ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇപ്പോൾ 50 നോയമ്പിന്റെ സമയമാണല്ലോ അല്ലേ? നമ്മൾ വീട്ടമ്മമാർക്ക് ഓരോ ദിവസം എന്ത് കറി വെക്കും എന്നുള്ള ഒരു ചിന്തയായിരിക്കും അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. മറ്റൊന്നുമല്ല, മാങ്ങാ മപ്പാസ്. ഇതിന് അങ്കമാലി മാങ്ങാ കറി എന്നൊരു പേര് കൂടിയുണ്ട്. അവിടെ കല്യാണത്തിനൊക്കെ വിളമ്പുന്ന ഒരു കറിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. മാങ്ങാ മപ്പാസിന് വേണ്ട മാങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രോസൺ മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ ചിലപ്പോഴൊക്കെ ഫ്രഷ് മാങ്ങ കിട്ടത്തുള്ളൂ. ഇത് ഫ്രഷ് ആണെങ്കിലും അതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇത് ഒരു പാക്കറ്റ് ഡെയിലി ഡിലൈറ്റിൻ്റെ മാങ്ങയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് സവാളയാണ്. അത് ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞതാണ്. ഇതൊരു വലിയ സവാളയുടെ പകുതിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഞാനൊരു 8-10 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇവിടെ. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വേണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പച്ചമുളകാണ്. ഒരു 3-4 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നീളത്തിൽ അരിഞ്ഞതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ കറിവേപ്പില, അത് ഒരു തണ്ട് കറിവേപ്പില ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. അത് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ വേണം. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ വിനീഗർ വേണം. 2 ടീസ്പൂൺ വിനീഗറാണ് ഇതിന് വേണ്ടത്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ. ഇത് ഞാൻ ക്യാനിനകത്ത് തേങ്ങാപ്പാലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടി നല്ലത്. പിന്നെ കുറച്ച് പൊടികൾ വേണം. ആദ്യം തന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ മല്ലിപ്പൊടി വേണം. അതൊരു 1.5 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല, അതൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മാങ്ങ ഒരു ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പും മുളകും ഒക്കെ ഒന്ന് തിരുമ്മി വെക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. അതിനുശേഷം കുറച്ച് മുളക് പൊടി കൂടി ഇടണം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത്രയും മതി. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഒത്തിരി എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ചേർക്കാം. ഇത് സാധാരണ മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കാനിരിക്കുന്ന ചട്ടിക്കകത്തോട്ട്, വേറെ ഏത് പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കണം. പിന്നെ ഇഞ്ചിയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും പിന്നെ കറിവേപ്പിലയും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി, അതൊരു 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല, അത് 1/2 ടീസ്പൂണാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ പൊടിയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് 2 ടീസ്പൂൺ വിനീഗർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതാണ് ഈ മാങ്ങാ മപ്പാസിൻ്റെ ഒരു പ്രത്യേകത. അതിനകത്ത് വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഈ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇതൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. അത് കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ സ്പൂൺ കൊണ്ട് ചെയ്താൽ അത് ശരിയാകത്തില്ല. അപ്പോൾ നമ്മുടെ ഈ സവോളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. അതിനുവേണ്ടിയാണ് ഈ കൈകൊണ്ട് ഇതുപോലെ തിരുമ്മി വെക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് ഇതുപോലെ ഞാൻ കൈകൊണ്ട് ഇത് തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നത്, അതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ മുളകും ഉപ്പും ഒക്കെ ഇട്ട് വെച്ചിരുന്ന മാങ്ങ ഈ സമയത്ത് നമ്മുടെ സവോളയിലേക്ക് ചേർക്കുകയാണ്. അതുകൂടെ ഇട്ടതിന് ശേഷം കുറച്ച് നേരം അത് മിക്സ് ചെയ്ത് നമ്മളിത് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് വെക്കണം, അതാണ് നല്ലത്. കുറച്ചുകൂടി സമയം കൂടുതൽ വെച്ചാൽ അത് ഒന്നുകൂടി നന്നായിരിക്കും. ഇപ്പോൾ ഞാനൊരു അരമണിക്കൂർ ഇത് ഇങ്ങനെ വെക്കാൻ പോവുകയാണ്. ഇനി ഒരു കവർ കൊണ്ട് നമുക്കിത് കുറച്ച് സമയം അടച്ചു വെച്ചേക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. ഇവിടെ 2ാം പാലാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാനിനകത്താകുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കി അതിന് ശേഷമാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ 2ാം പാല് നമ്മൾ ഈ സമയത്ത് ഒഴിക്കണം. പിന്നെ 1ാം പാല് നമ്മൾ അവസാനം ചേർക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ തേങ്ങാപ്പാൽ അതിൻ്റെ നെകക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അത് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിത് നോക്കുകയാണ്, കുറച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കി. ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പോടെ ഇതിനകത്ത് ആഡ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം.
അപ്പോൾ നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് ഓണാക്കി ഇത് അടുപ്പേ വെച്ചിരിക്കുകയാണ്. ഇതിനി അതൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വേകാനായിട്ട്. ഒത്തിരി സമയമില്ല, കുറച്ച് സമയം. അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഉണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മാങ്ങയൊക്കെ വെന്തോ ഇല്ലയോ എന്നൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു കഷ്ണം മാങ്ങ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ വെന്തോ ഇല്ലയോ എന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അധികം വേവേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഇത്രയും വെന്താൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, തലപ്പാൽ അല്ലെങ്കിൽ ആദ്യം പിഴിഞ്ഞ പാല്, അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇത് ഇച്ചിരി തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അധികം നേരം ഒന്നും ചൂടാക്കണ്ട കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, അത് ഒരു ഞുള്ള് ഗരം മസാലയാണ് ഇതിനകത്തേക്ക് അവസാനം ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി അതിനകത്ത് നമ്മൾ കുറച്ച് കടുക് പൊട്ടിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അതിനകത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ 1 ടീസ്പൂൺ കടുക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വറ്റൽമുളക് മുറിച്ചതും പിന്നെ കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇതുകൂടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് സമയം അതൊന്ന് മൂക്കുന്ന വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കറിക്കകത്തേക്ക് ഇതങ്ങ് ആഡ് ചെയ്യാം. നമ്മുടെ കടുക് പൊട്ടിച്ച് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ കുറച്ച് സമയം അതിനകത്ത് കാണുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കറി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ചോറിനൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ഒരു കറിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാനൊരു കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മാങ്ങ മപ്പാസ് ഒഴിച്ച് അതൊന്ന് ഉണ്ണാൻ പോവുകയാണ്. കുറച്ച് പയർ തോരനും പിന്നെ ഒരു മുട്ട പൊരിച്ചതും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചോറ് ഉണ്ടു നോക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് മാങ്ങ മപ്പാസ് ഉണ്ടാക്കുന്നതെന്ന്. വളരെ നല്ലൊരു കറിയാണ്. നമ്മൾ ചോറിനൊക്കെ കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അത് തന്നെയല്ല, വളരെ എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും അടുത്ത ആഴ്ച ഒരു വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. Bye for now.